നോമ്പ് തുറക്കാണ്. അള്ളാ ഇൻഷാല്ലാ നോമ്പറന്നു. പണിയിലായിരുന്നു, ഭയങ്കര പണിയിലായിരുന്നു. സ്പെഷ്യലായിട്ട് ഇതാ ഞാൻ ഉണ്ടാക്കിയിട്ട് ചിക്കൻ റോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ബ്രെഡ് പൊരിച്ചിട്ടുണ്ട്, പായസം ഉണ്ട്, പിന്നെ നമ്മൾ വത്തക്കുണ്ട്, പിന്നെ ഇതാ വെള്ളമുണ്ട് കേട്ടോ, നാരങ്ങ വെള്ളം. ഇത് എന്നും എപ്പോഴും നമ്മൾ മറക്കാൻ പറ്റില്ല. ഈ ഒരു വെള്ളത്തിനോട് ഭയങ്കര പ്രണയമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പൊന്നെ ഇതൊക്കെ ഞാനുണ്ടാക്കിയത്. ഇനിയിപ്പോൾ റമദാൻ മാസം വരുന്നത് എൻ്റെ പൊന്നെ ഞാനൊന്നും ഇങ്ങനെ കെതിയിട്ട് ഉണ്ടാക്കൂല കേട്ടോ. അതിപ്പോൾ സുന്നത്ത് നോമ്പല്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ റമദാൻ മാസം 30 ദിവസം ഓരോരോ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഓരോന്ന് അല്ലാതെ ഒക്കെപ്പാടൊന്നും ഉണ്ടാക്കാൻ എന്നെയും കൊണ്ട് കഴിയില്ല അവനെ. ഞാൻ ചടച്ചു വന്നത് ചോദിച്ചാൽ ഇന്നത്തെ ഈ ടയേർഡും ക്ഷീണമൊക്കെ ഇനി നാളെ ചോറിന് തീർക്കാലോ. റമദാൻ മാസത്തിൽ പിന്നെ അങ്ങനെ പറ്റില്ലല്ലോ. ഡെയിലി 30 ദിവസം കണ്ടിന്യൂ ആയിട്ട് നോമ്പെടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് എൻ്റെ പൊന്നു മക്കളെ ഇതൊക്കെയാണ് കേട്ടോ നോമ്പിൻ്റെ സ്പെഷ്യല്. എൻ്റെ പൊന്നു മക്കളെ നോമ്പിന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നോമ്പിന് സാധാ നോമ്പിനൊന്നും സ്പെഷ്യൽ ഉണ്ടാക്കാൻ അങ്ങ് നിൽക്കാറില്ല കേട്ടോ. കാരണം എനിക്ക് സാധാ നോമ്പിന് സ്പെഷ്യൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നോമ്പിൻ്റെ കാര്യം അങ്ങ് പോക്കാവും കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ എണീറ്റ് നിൽക്കാൻ വെച്ചാലേ നോമ്പ് വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ സ്പെഷ്യലോടൊന്നും ഉണ്ടാക്കൂല. ഏതെങ്കിലുമൊക്കെ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കുക. ഇല്ലാന്നുണ്ടേ ഹോട്ടലിൽ നിന്ന് വാങ്ങലാണ് ഫർള് നോമ്പിന് കേട്ടോ. സുന്നത്ത് നോമ്പ് അങ്ങനെയല്ല കേട്ടോ. സുന്നത്ത് നോമ്പ് ഇങ്ങനെ കല റെഡിയാക്കി എല്ലാം സെറ്റാക്കി ഉണ്ടാക്കും കേട്ടോ. കാരണം എന്താണെന്നറിയില്ലേ, സുന്നത്ത് നോമ്പിന് നമുക്ക് ക്ഷീണം മാറ്റാൻ 2 ദിവസമോ 1 ദിവസമൊക്കെ അല്ലേ നോമ്പുണ്ടാകുക. മറ്റേ നോമ്പ് അങ്ങനെയല്ലല്ലോ, ഡെയിലി 30 ദിവസം കണ്ടിന്യൂ ആയിട്ട് നോമ്പല്ല. അപ്പോൾ അത് കാരണം ഭയങ്കര ടയേർഡുമാണ്, ഭക്ഷണത്തിന് വേണ്ടേനും. അപ്പോൾ അത് കാരണം അത് അങ്ങനെയാണ് കേട്ടോ. അപ്പം പിന്നെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിക്കുന്നത് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് നോമ്പാണെച്ചെങ്കിൽ ഒന്നും ഉണ്ടാക്കൂല കേട്ടോ. ഇവിടെ എന്താ ഫുഡുള്ളത്? ചോറാണോ? എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നോമ്പ് പറഞ്ഞാൽ എനിക്ക് ദോശ, ഇഡ്ഡലി അതൊന്നും അല്ല കേട്ടോ ഇഷ്ടം. ചോറ് കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ചമ്മന്തിയും ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നോമ്പ് പറഞ്ഞാൽ. അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു രീതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടില്ലേ. പിന്നെ നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്തണം. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെ പറയണം? ലൈവിൽ വന്നിട്ടില്ല കേട്ടോ. ഇന്ന് ലൈവിൽ വരാനേ എണിച്ച് നിൽക്കാനേ ടൈം ഉണ്ടായിട്ടില്ല എൻ്റെ പൊന്നെ. പിന്നെ അതുമല്ല നോമ്പല്ലേ, നോമ്പിന് നമ്മൾ ലൈവിൽ ഇങ്ങനെ വന്നിരുന്നു മുസാഫ് എടുത്ത് ഓതല്ലേ നല്ലത്. അതിന് അത് കാരണമാണ് കേട്ടോ അങ്ങനെ ലൈവിൽ വരാനെ. പിന്നെ അതുപോലെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര കിടത്തായിരുന്നു, ജോലി കിടത്തും ഇത് മാത്രമാണ് കേട്ടോ. ഇപ്പോൾ ഒന്ന് എണീറ്റിട്ടുള്ളൂ എൻ്റെ പൊന്നെ. ഇനി വീണ്ടും കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസും എൻ്റെ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് അടിക്കണം. എൻ്റെ പൊന്നോളെ നിങ്ങളോടൊരു കാര്യം പറയാൻ പറഞ്ഞു. എൻ്റെ കമൻറ്റ് ബോക്സിലോട്ട് എനിക്ക് കമൻറ്റ് ഇടാൻ ചിലത് സാധിക്കണില്ല കേട്ടോ. അതെന്താണെന്ന് അറിയില്ല, എന്ത് പ്രോബ്ലമാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ കമൻറ്റ് ഇടാത്തതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യണില്ല എന്ന് മാത്രം വിചാരിക്കരുത്. സബ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനലിലോട്ട് കയറി അടിച്ചു വരും മക്കളെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.